സുനേന, രാമ, മാപ്പ് ചോദിക്കേണ്ടത് നീയല്ല, അതെപ്പോഴും വധുവിന്റെ ബന്ധുക്കളുടെ കടമയാണ്. രാമന്റെ കണ്ണുകൾ നിറയുന്നു. എന്തിനാ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു? ഭഗവാന്റെ കണ്ണി പൊടി പോയതുകൊണ്ട്. അവിടുന്ന്. എന്റെ അമ്മ, ഞാൻ വായിക്കുന്ന അമ്മ ശ്രദ്ധിക്കുന്നില്ലേ? എന്റെ അമ്മേ, രാമൻ ജനകന്റെ വീട്ടിൽ വന്നല്ലോ, മൂപ്പരാകെ ഡെസ്പായിട്ടിരിക്കുകയാണല്ലോ. അതൊക്കെ എനിക്കറിയാം. ജനകരാജാവിന്റെ രാജ്ഞിയെ കണ്ടപ്പോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞ എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ അമ്മേ, മൂപ്പര് വന്ന് കേറിയപ്പോ അവര് 2 ഡയലോഗ് പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചില്ലേ? മുള്ളു വെച്ചത് ഒരുതരം അമ്മായിയമ്മ കുശുമ്പ് പോലത്തെ. പാവം. രാമന്റെ അമ്മ എന്താ മസാജ് നടത്തിയത്? എന്റെ കൈ കഴിക്കണം. ഇങ്ങനെ കാണിച്ച എന്ത് സുഖം കിട്ടുമെന്നാ നീ പറയണേ? അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന അറിയാതെ ഉറക്കം വരും. നല്ല സുഖ. പിന്നെ കഷണ്ടി വരില്ല. ഞാൻ കൃഷ്ണമാവനെ കൂട്ടി ഇങ്ങനെ കഷണ്ടി തലേനായിട്ട് നടന്ന അത് മതിയെങ്കിൽ പിന്നെ വേണ്ട. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. രാമന്റെ കണ്ണുകൾ നിറയുന്നു. രാമൻ, അമ്മേ, അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരാണ് എന്നെ ആശ്വസിപ്പിക്കാനുള്ളത്? അവിടുത്തെ സ്നേഹം നിറഞ്ഞ മടിയിൽ തല ചായ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടുന്ന് സ്നേഹപൂർവം എന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ കയ്പ് വിഷം കുടിക്കാൻ എനിക്ക് ധൈര്യമുണ്ടാവും. എന്താ അമ്മേ? അമ്മതേ കരഞ്ഞു. ജനകൻ, സുനേനെ, നിന്റെ ദുഃഖം നീ കാണുന്നു, പക്ഷെ രാമന്റെ ദുഃഖം കാണുന്നില്ല. രാമൻ നിർദോഷിയാണ്. ഇതെന്താ നാടകമോ? രാമായണം തിരക്കഥ. നിനക്ക് വായിച്ചൂടെ? ഇന്ന് രാമനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ. വായിച്ചാ കാണുന്ന പോലെയാ. അച്ഛാ, നമുക്കൊരു ടിവി വാങ്ങണം. അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല. മോൻ ഉദ്യോഗം കിട്ടുമ്പോ ഒരെണ്ണം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കും. അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഒരു ടിവി വാങ്ങി അടുക്കളയെ വെക്കും. പിന്നെ അമ്മയ്ക്ക് കഞ്ഞി വെക്കുമ്പോഴും കറിക്ക് അരിയുമ്പോഴും ഒക്കെ കാണാമല്ലോ. ആരായത്? നമ്മുടെ സാറായി വരേണ്ട ആളാ. അഡ്വാൻസ് ആയിട്ട് ഒരു സല്യൂട്ട് ഇരിക്കണം. കളിയാക്കല്ലേ സാറേ? കളിയാക്കൂ? എന്താടോ, അങ്ങനെ ആവില്ലെന്നാണോ? ഒരു ഇടി ഇടിച്ചേത്താലോട്ടല്ലോ. എന്റെ പോന്നത് അച്ഛനും എസ്ഐയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക. വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്താ വരേണ്ടത്? എത്തുന്നേ കണ്ടുപഠിച്ചോ. ചന്തന്ന് 2 കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. പറ്റുകടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ ഗ്രഹനാഥൻ, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചു. മറ്റേത് വാങ്ങണ്ടേ? ഏത്? വാങ്ങിച്ചോളാ. പിള്ളേരല്ലേ. വിസ്കി മേടിക്കുന്ന കാര്യാ പറഞ്ഞതേ. ശമ്പളം കിട്ടിയ ആദ്യത്തെ ഞായറാഴ്ച ഒരു കൂടലുണ്ട്. ഏയ്, അവർക്കൊന്നുമല്ല, ഞാനും എന്റെ അളിയനും. പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടി ഒരു ചാപ്പാട്. അപ്പോ പറഞ്ഞു വന്നത്, നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു വരുമ്പോൾ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാ മണ്ടത്തരമാണെന്ന്. അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, അവൻ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വണത്തെ പോലെ തലയ്ക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കരുത്. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരയം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നീ ഒഴിക്കങ്ങട്. ഇച്ചിരി കൂടെ ഒഴിക്കണം. മതി 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 മതി. ഒരു തുടം കൂടി നടാ. ഇത്രയൊക്കെ മതി. നീ ഒഴിക്കിടത്തിൽ നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. മതി മതി, അത് മതി.
ഓ മൂത്ത കോഴിയാ. ആ ഇനി മറ്റൊരു കാര്യം, ഈ സേതുവിന്റെയും ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? അങ്ങോട്ട് നടത്തിക്കൂടെ? നടത്തിക്കൂടെ അല്ലേ? പറ്റില്ല. അതെന്താ അച്ചു ഇപ്പൊ വാക്ക് മാറ്റണത്? വാക്ക് മാറ്റണമെങ്കിലേ അച്ഛനാടെ കഴുത്തങ്ങ് പോണം. സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം നടത്താം. അതിനു മുമ്പ് എന്തിനാടോ അവറ്റങ്ങളുടെ ശാപം മേടിക്കണേ? ദേവിക്ക് ജോലിയില്ലേ? അതുങ്ങൾക്ക് രണ്ടുപേരും കൊണ്ട് ജീവിക്കാൻ അത് ധാരാളം മതി. അതെന്റെ കുടുംബത്തിൽ പറ്റില്ല. അച്ചി വേലയെടുത്ത് കൊണ്ടിരുന്ന കാശ് കൊണ്ട് നക്കാൻ. പിന്നെ അവനിവിടെ വരികയും പോവുകയും കൊണ്ട് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ അവനാണല്ലേ? ഇയാൾക്ക് കള്ളു കുടിച്ചാ പിന്നെ നാക്കിനൊരു നിയന്ത്രണമില്ല. എന്നാലേ അവൻ എന്റെ മോനാ. അവൻ ഒരു ചറ്റത്തരവും കാണിക്കില്ല, അറിയാവോ? കയ്യിലിരിപ്പ് എനിക്കല്ലേ അറിയൂ. പറയട്ടെ അച്ഛനോട്. അച്ചുവേ കൃഷ്ണ ഓടി വാടാ. നിക്കടവിടെ നിക്കടവിടെ. എന്താ എന്താ? ദേ ഇവൻ കട്ടു തിന്നു. എന്ത്? ഒരു സാധനം. അത്രേ ഉള്ളു. അത്രയല്ല, ഉള്ള നേരത്തെ കൈ പിടിച്ച് കൊടുത്തില്ലെങ്കിലേ പെശക.